കൊച്ചി കുണ്ടന്നൂരിലെ തോക്കു ചൂണ്ടിയുള്ള കവർച്ചാ കേസിൽ പ്രതികൾ മറ്റ് സംസ്ഥാനത്തേക്ക് കടന്നതായി സൂചന. കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടവരാണ് ഒളിവിൽ കഴിയുന്നത്. പിടിയിലായ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രൻ ആണ് കവർച്ചയുടെ മാസ്റ്റർ ബ്രെയിൻ. ഒളിവിൽ പോയ മുഖംമൂടി സംഘത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കുണ്ടന്നൂരിലെ കവർച്ചയിൽ ഇതുവരെ 7 പേരെയാണ് റിമാൻഡ് ചെയ്തത്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രൻ അടക്കമുള്ളവരാണ് പിടിയിലായത്. എന്നാൽ കവർച്ചയിൽ നേരിട്ട് ഉൾപ്പെട്ട മുഖംമൂടിധാരികളും പിറവം സ്വദേശി ജോജിയും ഇപ്പോഴും ഒളിവിലാണ്. ജീവനക്കാരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ആളാണ് ജോജി. ഈ സംഘത്തിനായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചു. അതേസമയം കവർച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പരാതിക്കാരനായ സുബിനും കവർച്ചാ സംഘവും തമ്മിലുള്ള ബന്ധം കേന്ദ്രീകരിച്ചാണ് പ്രധാന അന്വേഷണം. കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം അന്വേഷണ പരിധിയിലുണ്ട്. ഇരു കൂട്ടരും തമ്മിൽ തോപ്പുംപടിയിൽ വെച്ച് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഡീലിലും അന്വേഷണം നടക്കുന്നുണ്ട്. $80 ലക്ഷം രൂപയാണ് കുണ്ടന്നൂരിലെ സ്റ്റീൽ കമ്പനിയിൽ നിന്ന് തോക്കുചൂണ്ടി സംഘം കവർന്നെടുത്തത്. ഇതിൽ 20 ലക്ഷം രൂപ പോലീസ് കണ്ടെത്തിയിരുന്നു. ശേഷിക്കുന്ന പണം പ്രതികൾ പല ഭാഗങ്ങളിലായി ഒളിപ്പിച്ചിരിക്കാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പണമിരട്ടിപ്പ് വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു പ്രതികൾ തങ്ങൾക്ക് തട്ടിയെടുക്കാനുള്ള പണം കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ കൊള്ളയടിച്ചിരിക്കുന്ന 80 ലക്ഷം രൂപയിൽ 60 ലക്ഷം രൂപയുമായി പ്രതികൾ സംസ്ഥാനം വിട്ടതായാണ് പോലീസ് സംശയിക്കുന്നത്. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.